നിങ്ങളിപ്പോൾ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇടതുഭാഗത്താണ്. ഇപ്പോൾ വലതുഭാഗത്തും. ഈ ശബ്ദ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ ഹെഡ്ഫോൺസ് ഉപയോഗപ്പെടുത്തുക. ഒരു ഇന്ത്യ പാക് പ്രണയകഥ. രചന, എഡിറ്റിംഗ്, അവതരണം ഹാഷിം കടൂപ്പാടത്ത്. ആ നോട്ടം കണ്ട് പേടിച്ചുപോയ അക്രമി ഇടത് കൈകൊണ്ട് സിദ്ധുവിന്റെ വയറിന് ഒരിടി കൊടുത്തു. എന്നിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ ബീഗത്തെ തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട് ബീഗവും അത്ഭുതത്തോടെ നോക്കി നിന്നു. മൂന്നാമൻ വടിവാൾ കൊണ്ട് ഓടി വരുന്നത് ബീഗത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബീഗം സിദ്ധുവിന്റെ പിന്നിലേക്ക് പേടിച്ച് കൈ ചൂണ്ടി. മുന്നിൽ നിന്ന് കഴുത്തിനെ പിടിച്ചവന്റെ താടിയിൽ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചുകൊണ്ടും സിദ്ധു അയാളെ വലത് കൈകൊണ്ട് ഒരു കറക്ക് കറക്കി. ഇടംകാലിട്ട് വീഴ്ത്തി നിലത്തെറിഞ്ഞു. തല കുനിച്ചു പിന്നിൽ നിന്നും വന്നവന്റെ കാലിലേക്ക് ചാടി വീണ് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് അയാളുടെ കയ്യിലിരുന്ന വടിവാൾ സിദ്ധുവിന്റെ കയ്യിലെത്തിച്ചു. വെട്ടാൻ വന്നവന്റെ വലത് കൈ പിടിച്ച് തിരിച്ച് മർമ്മം നോക്കി 2 വിരലുകൾ കൊണ്ട് സിദ്ധു ഒരു കുത്തു കൊടുത്തു. അയാൾ പിടഞ്ഞു വീഴുന്നത് കണ്ട് ബീഗം വീണ്ടും അമ്പരന്ന് നിന്നു. അതിനിടയിൽ അശ്വതിയുടെ കരച്ചിലുയർന്നു. അവളെ പിടിച്ച് കൊണ്ടുപോകുന്നവന്റെ തലയിലേക്ക് മുന്നിൽ കിടന്ന പാറക്കല്ല് വലിച്ചൊരേറ്. ഏറുകൊണ്ടത് അയാളുടെ കണ്ണിലും. അശ്വതി അയാളുടെ കയ്യിൽ നിന്നും ഓടി സിദ്ധുവിന്റെ അരികിലെത്തി. ഇത് കണ്ട ബാക്കി 3 ഭായിമാരും ആയുധങ്ങളുമായി സിദ്ധുവിന് നേരെ ഓടി വന്നു. സിദ്ധു അശ്വതിയെയും ബീഗത്തിനെയും വാനിൽ കയറ്റി. അടികൊണ്ട് തളർന്നു വീണ അനൂപും സന്ദീപും ഇത് കണ്ട് ഓടി വന്ന് ഭായിമാരെ തടഞ്ഞു. സിദ്ധു തന്റെ കയ്യിലിരുന്ന വടിവാള് വീശി ഒരു ഏറ് കൊടുത്തു. അത് 4ാമത്തെ ഭായിയുടെ മുട്ടുകാലിൽ കൊണ്ട് രക്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അനൂപും സന്ദീപും മറ്റ് 2 ആളെയും കുനിച്ചു നിർത്തി കൂമ്പിന് മുട്ടുകാൽ കയറ്റി. അവർ ഓടി. സിദ്ധു അവരുടെ പിന്നാലെ ഓടിച്ചെന്ന് ചാടി വീണ് 2 ആളെയും നിലത്ത് വീഴ്ത്തി. 2 ആളുടെയും മർമ്മം നോക്കി അടുത്ത പ്രയോഗവും തൊടുത്തുവിട്ടു. കണ്ണിൽ നിന്നും പൊന്നീച്ച പറക്കും പോലെ 2 ആളും നിലത്ത് കിടന്ന് പിടഞ്ഞു. ശബ്ദം കേട്ട് തെരുവിന്റെ പല ഭാഗത്തു നിന്നും വാതിലുകളും ജനലുകളും തുറന്ന് പലരായി പുറത്തേക്ക് എത്തി നോക്കുവാൻ തുടങ്ങി. സിദ്ധു, ഇനി ഇവിടെ നിന്ന് കുഴപ്പം, വടാവേം പോകാം. സന്ദീപ് സിദ്ധുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. സിദ്ധു അന്നേരം നിലത്ത് കിടന്ന് പിടഞ്ഞ 2 അക്രമികളെയും കാലിൽ പിടിച്ച് ഒരൊറ്റ തിരി. ശേഷം ബീഗത്തെ കയറി പിടിക്കാൻ ശ്രമിച്ചവനെ വാരിയെടുത്ത് നിലത്തടിച്ചു. മതിൽ ചേർത്ത് നിർത്തിയവനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മർമ്മം നോക്കി ഒരു തിരിതിരിച്ചു. അയാൾ പിടഞ്ഞ് മുട്ടിലിടഞ്ഞ് നിലത്ത് വീണു. ദൂരെ നിന്നും ആരൊക്കെയോ കൂട്ടം കൂടി വരുന്നത് സന്ദീപിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സിദ്ധു, മതിയടാ, ആരൊക്കെ വരുന്നുണ്ട്, വാ പോകാം. അനൂപിന്റെ തലയിൽ നിന്നും രക്തം വാർന്നുപോയി. അപ്പോഴേക്കും ബോധം മറഞ്ഞു തുടങ്ങിയിരുന്നു. അശ്വതി അനൂപിനെ വാനിൽ കയറ്റി. ബീഗം അപ്പോഴും അമ്പരപ്പോടെ സിദ്ധുവിനെ നോക്കി അങ്ങനെ അങ്ങിരുന്നു പോയി. അശ്വതി ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സന്ദീപ് സിദ്ധുവിന്റെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. വഴിയിൽ നിന്നും അക്രമികളെ വലിച്ചിഴച്ചു മാറ്റി സിദ്ധു വാനിൽ കയറി നേരെ മീഡിയ റൂമിലേക്ക് കുതിച്ചു. ഒരു ഇന്ത്യ പാക് പ്രണയ കഥ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. തുടരും.